ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഒരു ഡെയിലി വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേന്നോ, അത് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. സാധാരണ നമ്മളെപ്പോലെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡെയിലി ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ റയറായിട്ട് ചിക്കനൊക്കെ വെക്കാറുള്ളൂ. ചിക്കൻ കറിയായിട്ട് വെക്കുന്ന ആർക്കും അത്രയ്ക്കങ്ങ് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ആക്കാറൊക്കെയാണ്. പിന്നെ ഉപ്പയും ഉമ്മയൊന്നും ചിക്കൻ കൂട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ട് ബീഫ് മീനൊക്കെയാണ് ഉപയോഗിക്കൽ. എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ചിക്കനാണ്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ തിന്നാനൊക്കെ പൂതിയാകുമ്പോൾ ഞാൻ ആ ടൈമിൽ ഉണ്ടാക്കും. ഇന്ന് പിന്നെ കറി മാറ്റി പിടിച്ച് നമ്മളൊരു പെരണ്ട ചിക്കനില്ല, ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊരു വട്ടം ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ ഇന്ന് മുതൽ അന്നുമോൾക്ക് മുട്ട കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അവൾ ഇതുവരെ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ആദ്യമായിട്ട് മുട്ടയൊക്കെ ഇന്നത് കൊടുക്കാൻ വിചാരിച്ചു. ആ കാര്യം എൻ്റെ വിചാരം മാത്രമായിരുന്നു, അവൾ കഴിച്ചില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കഞ്ഞി തന്നെ കഴിച്ചു. കഞ്ഞിയാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്. ഇതാകുമ്പോൾ എനിക്ക് കൊടുക്കാനും അവൾക്ക് കഴിക്കാനും എളുപ്പമാണ്. കഞ്ഞിയാകുമ്പോൾ ഒരുപാട് കൊണ്ട് നടക്കുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ ഞങ്ങൾ പൂമ്പാറ്റേനെയും കാക്കനെയൊക്കെ കണ്ട് പുറത്തുകൂടെ നടക്കേണ്ടി വരും. പിന്നെ വൈകുന്നേരം 4 വരാനായി. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നല്ലോ. ഇപ്പം നല്ല വെയിലൊക്കെ ആയിട്ട് നല്ല ഒരു ക്ലൈമറ്റായി മാറിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഭയങ്കര ഷോ ആയിരുന്നു. തലേന്ന് പഠിച്ച കരാട്ടയൊക്കെ കാണിച്ച് തന്നിട്ട് ഭയങ്കര ഷോ ആയി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവളൊക്കെ കുളിപ്പിച്ചപ്പോഴത്തേന് പാപ്പ വന്ന്. പിന്നെ അന്നുമോൾ ഇപ്പോൾ ആലുവിൻ്റെ വണ്ടികളൊക്കെ കാണുമ്പോൾ കയറാൻ ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ പാപ്പ വന്നപ്പോൾ പാപ്പ ഈ വണ്ടിയിൽ കൂടെ ഇങ്ങനെ അവളെ കുറേ കളിപ്പിച്ചു. എനിക്ക് പിന്നെ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിലിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുറച്ച് ഓണത്തിന് വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പട്ടുപാവാടയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബ്ലൗസൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. ഇപ്പം എന്ത് പരിപാടി ചെയ്യുകയാണെങ്കിലും നമ്മളെയും കൂടെ കൂട്ടണം. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും യുദ്ധം നടക്കുന്ന സമയം, ഇവളെ പഠിപ്പിക്കൽ. ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. അപ്പം നാളെ കാണാം. ബൈ ബൈ.